കേന്ദ്രമന്ത്രിയും എംപിയുമായെന്ന് കരുതി സൗജന്യ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന നടനും കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എംപി എന്ന നിലയിൽ തന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് കരുതണ്ട. സിനിമാ നടൻ എന്ന ലേബലിലായിരിക്കും താൻ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുക. അതിനുള്ള പണം വാങ്ങിയേ പോകൂവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കും. ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയായെങ്കിലും സിനിമയിൽ നിന്ന് മാറില്ല എന്ന വ്യക്തമായ സൂചനയും അദ്ദേഹം നൽകി. താൻ ഇനിയും സിനിമ ചെയ്യും. സിനിമകളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% അത് നൽകാനേ തനിക്ക് അവകാശമുള്ളൂ. കണക്കുകളൊക്കെ കൊടുക്കണ്ടേ? സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിന് പിരിവുണ്ടാകില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ പിരിവുണ്ടാകും എന്ന ഉറപ്പും സുരേഷ് ഗോപി നൽകി. ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. അവിടെ സിനിമാ നടനായിട്ടേ വരൂ. അതിന് യോഗ്യമായ ശമ്പളം തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ പോകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ കാശിൽ നിന്ന് നയാ പൈസ താൻ എടുക്കില്ല. അത് തന്റെ ട്രസ്റ്റിലേക്കും അതുവഴി നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി ആ കാശ് ചെലവഴിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി ആക്രമണം വരാൻ പോകുന്നത് ആ രീതി കൊണ്ടായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊന്നും ഒരു ഉപദേശവും ആവശ്യമില്ല. കൃത്യമായി തന്നെ ഉത്തരവാദിത്ത നിർവഹണം നടത്തിയിരിക്കുമെന്നും അതിനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതുക്കും മേലെ ചെയ്യുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്ന് ആദ്യമായി BJP ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചയാളാണ് സുരേഷ് ഗോപി. 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ജയം. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനവും ലഭിച്ചത്.